ആന്റണി വാലുങ്കൽ പിതാവിന്റെ സഹോദരി സിസ്റ്റർ ജാൻസി നമ്മോടൊപ്പം ചേരുകയാണ്. സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. സിസ്റ്റർ, എന്തൊക്കെ ഓർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്? ഓർമ്മകൾ ഞങ്ങൾ ഇന്ന് വളരെയധികം സന്തോഷമാണ്. കുടുംബത്തിൽ ഒരു വലിയൊരു കൃപയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതായത് അച്ഛനായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെതായിട്ടുള്ള കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചത് കൊണ്ടായിരിക്കണം അത് ഇത്രയും ഭംഗിയായിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ നിയോഗപാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവം എത്രത്തോളം സന്തോഷമുണ്ട്. സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം അത് വാക്കുകൾക്ക് അതീതമാണ്. കാരണം ഞങ്ങളുടെ കുടുംബം മുഴുവനുമായിട്ട് അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഈ സന്തോഷം അതീതമാണ്. ശരിക്കും ഞങ്ങളുടെ വാക്കുകൾക്ക് അതീതമാണ്. ആന്റണി വാലുങ്കൽ പിതാവിന്റെ സഹോദരിമാരും സഹോദരന്മാരും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എത്രത്തോളം സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? ഏറ്റവും വളരെ സന്തോഷമായ ഒരു നിമിഷമാണ് എന്റെ സഹോദരന്റെ ഈ ചടങ്ങ്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ നിമിഷം? ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് 5 അച്ഛന്മാരുണ്ട്. പിന്നെ അങ്ങനെ വളരെയധികം ദൈവികമായ ചൈതന്യമുള്ള ഇടവകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ ചേച്ചി സിസ്റ്ററാണ്. ഞങ്ങൾ 8 മക്കളാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നത്. ആന്റണി വാലുങ്കൽ പിതാവിന്റെ മറ്റൊരു സഹോദരനും നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു? ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പിതാവായി ചെറുപ്പം തുടങ്ങിയുള്ള അച്ഛനാകണം എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഏറ്റവും മൂത്ത സഹോദരനാണ് 8 മക്കളില്. അപ്പൊ എത്രത്തോളം ഒരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാം? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും മൂത്തയാണ്. എൻ്റെ പേര് വർഗീസ് എന്നാണ്. അപ്പൊ ഞങ്ങളുടെ 6ാമത്തെ സഹോദരനാണ് ആന്റണി വാലുങ്കൽ പിതാവ്. അപ്പൊ എല്ലാവരോടും തമ്മിൽ വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ. പിന്നെ ഞങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ അപ്പനും അമ്മയും ഇതുകൊണ്ട് ആനന്ദിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ലഭിച്ചത് കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു.